ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിങ് ഇരിക്കുന്ന കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഈ അമ്മായിയമ്മയുടെ കേസാണ്. ഇപ്പം ദിയാകൃഷ്ണ ഒരു ഡയലോഗ് പറഞ്ഞു, പിന്നെ എല്ലാവരും പേർലി മാണിനെ കണ്ടുപഠിക്കണം, അങ്ങനെയൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു കോമ്പറ്റീഷൻ, ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഹിഡൻ ഓർ വിസിബിൾ അതിന് നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അമ്മായിയമ്മേനെ അമ്മ എന്ന് തന്നെ വിളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ലല്ലോ. അമ്മായിയമ്മേനെ അമ്മയെന്ന് വിളിക്കണം, അല്ലെങ്കിൽ കാണുന്ന എല്ലാ ആൾക്കാരെയും പ്രായമുള്ള എല്ലാവരും അമ്മയെന്ന് വിളിക്കണം എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ശീലിച്ച് വന്നേക്കുന്നത് കൊണ്ട് നമ്മളത് ഫോളോ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം അതിന് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. ഇപ്പം ഓരോരുത്തർ വളർന്നു വന്ന സാഹചര്യത്തിൻ്റെയാണ്. അവർ ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ അവർ ഇപ്പം ഈ സോഷ്യൽ മീഡിയക്കകത്ത് വന്നുകൊണ്ടല്ല ഈ കൃഷ്ണകുമാർ ഫാമിലി അവർ പൈസ ഉണ്ടാക്കി. അതുകൊണ്ട് അവർ കുറച്ചുകൂടെ കൂടുതൽ പൈസ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ആക്ച്വലി അവർ നല്ല പൈസ ഉള്ളവർ തന്നെയാണ്. ഞാൻ അവരുടെ പഴയ വീഡിയോസ് തൊട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിനകത്ത് പലപ്പോഴും അവരുടെ സംസാരത്തിൽ നിന്നും ഇപ്പോൾ സിന്ധു കൃഷ്ണയുടെ ആ ചേച്ചിയുടെ ഇതിലാണെങ്കിലും പുള്ളിക്കാരിയാണെങ്കിലും പറയുന്ന പല പഴയ കാര്യങ്ങളിലൊക്കെ അവർ നല്ല കാശിൻ്റെ നല്ല ഇതിൽ വളർന്നു വന്ന ആൾക്കാരാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു എല്ലാ എന്താ പറയുന്നത്, നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പം നമ്മളെ കുഞ്ഞിലെ പഠിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചില പിള്ളേർ മാത്രം ആൻറ്റി അങ്ങനെയൊക്കെ വിളിക്കുമല്ലോ. അത് അവർ വളർന്നു വന്ന സാഹചര്യത്തിൻ്റെയാണ്. നമ്മളിപ്പം അങ്ങനെ എല്ലാവരെയും അമ്മയെന്ന് വിളിക്കുന്ന വെച്ച് ഇപ്പം എല്ലാ കാശുള്ള വീട്ടിലെയും എല്ലാവരും ഇങ്ങനെ ഒരുപോലെ ആയിരിക്കണമെന്ന് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. അവരങ്ങനെ ശീലിച്ചൊന്നുകൊണ്ടാണ്. പിന്നെ ഈ ദിയാകൃഷ്ണ യുടെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്കാരി അമ്മായിയമ്മേനെ ആൻറ്റി എന്ന് വിളിക്കുന്നതിനകത്ത് പുള്ളിക്കാരുടെ അമ്മായിയമ്മയ്ക്ക് പ്രശ്നമില്ല, ഭർത്താവിന് പ്രശ്നമില്ല. പിന്നെ നാട്ടുകാർക്ക് മാത്രം എന്താ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നാട്ടുകാർക്ക് എന്താ പ്രശ്നം? അവർക്ക് ഇഷ്ടമുള്ളത് വിളിക്കട്ടെ. പിന്നെ ആ ഒരു സ്പെഷ്യൽ ആ ഒരു വ്ളോഗിനകത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം വഴിക്കൂടെ കാണുന്നവരെല്ലാവരെയും അമ്മയെന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെയൊക്കെ ചില ഡയലോഗ്സിനകത്ത് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ നമ്മൾ ആരാളും സംസാരിക്കുമ്പോൾ ചില പാളിച്ചകൾ സംഭവിച്ചു പോയതായിരിക്കാം. പിന്നെ കുറച്ചും കൂടെ ഒരു ഫെയിം, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ്, പണം, ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് വരുമ്പോഴത്തേക്കിനും ആളുകൾ മാറാം അല്ലേ. അപ്പോൾ ആദ്യം അങ്ങനെയൊക്കെ സംസാരിച്ചിരുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ആളായിരുന്നു. ഇപ്പോൾ ആർക്കും ഇഷ്ടമല്ല, ഞങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു. അതിനകത്തൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഇപ്പോൾ ആ കുട്ടി ആൻറ്റീന്ന് വിളിക്കുന്നു, അവരെ വലിയ വലിയ ഹോട്ടലുകളിൽ കൊണ്ടുപോകുന്നു, നല്ല നല്ല ഫുഡുകൾ മേടിക്കുന്നു, നല്ല നല്ല സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നു, നല്ല നല്ല സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നു. അതൊക്കെ അവർ ചെയ്യുന്നുണ്ടല്ലോ. വാട്ടെവർ. ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ചെയ്യാത്തവർ ഒരുപാട് പേരില്ല. അമ്മേന്ന് വിളിച്ചിട്ട് തിരിഞ്ഞിന്ന് തെറി വിളിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ. അപ്പം അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും കുഴപ്പമില്ല. നമ്മുടെ മനസ്സിൽ നമ്മളെങ്ങനെ കാണും എന്നുള്ളതിലാണ് കാര്യം. പ്രത്യേകിച്ചൊരു ഒരാളെ ഇപ്പം നമ്മൾ പ്രത്യേകിച്ചൊരു പേര് വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വിളിക്കാത്തത് കൊണ്ടോ ഒന്നും പ്രത്യേകിച്ച് തെറ്റില്ല. നമ്മൾ അവരെ ഏത് സ്ഥാനത്ത് കാണുന്നു, നമ്മൾ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. അതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിനകത്ത് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്. പിന്നെ ഈ കുഞ്ഞു കൊച്ചിനെ അല്ലെങ്കിൽ ഈ സിന്ധു കൃഷ്ണനെയൊക്കെ എല്ലാവരും അവരവരുടെ വീട്ടിലെ കുട്ടിയായിട്ട് കാണുന്നു. സിന്ധു കൃഷ്ണനെ സിന്ധു അമ്മ എന്ന് വിളിക്കുന്നു. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. എന്നാലും അത്രയ്ക്കൊന്നും ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ? അത്രയ്ക്ക് അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമുക്ക് ഇല്ലാത്ത സംഭവങ്ങളൊന്നും അല്ലല്ലോ. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ കാണും, നമുക്കും അമ്മയുണ്ട്. അപ്പം ഇവരിങ്ങനെ തലയെ കയറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെ അവരുടേതായ രീതിയിൽ വിട്ടേച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല. ഓക്കെ, ബൈ.